അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ ഈ പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കത് ഉപകാരമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുമ്പത്തെ ചാനലിന് ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ആ ചാനൽ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ എത്തിക്കുക. ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 3-ാം ക്ലാസ്സിലെ തജ്വീദിലെ 9ാമത്തെ പാഠമാണ് ഈ മാസം നമുക്ക് പഠിക്കാനുള്ളത്. അൽ ഗുന്നത്തു. ഗുന്നത്ത് എന്ന് പറഞ്ഞാൽ മണിക്കൽ എന്നർത്ഥം. എന്താ മണിക്കുക എന്ന് പറഞ്ഞാൽ? മണിക്കുക എന്ന് പറഞ്ഞാൽ രാഗം ഉണ്ടാക്കുക എന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. മിമ്മാഇൻ. ഇവിടെ ഷദ്ദുള്ള മീമ് വന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ഓതുന്നത്? മിമ്മാഇൻ നല്ല ഓതുന്നത്. പിന്നെ മിമ്മ. അപ്പോൾ ഈ ശബ്ദത്തിനാണ് മണിക്കുക എന്ന് പറയുന്നത്. ഈ മൂളക്കണ്ടല്ലോ, ഈ മൂളക്കത്തിനാണ് ശരിക്കും എന്ത് പറയുന്നത്? മണിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഷദ്ദുള്ള മീമ്, ഷദ്ദുള്ള നൂനാണ് കളർ ചേഞ്ച് കൊടുത്തിട്ടുള്ളത്. അവിടെയൊക്കെ മണിക്കണം. ലഹും ഹബുലും മിൻ മസദ് അദാബും മുഹീൻ മിനൽ ജിന്നതി വന്നാസ്. ഇങ്ങനെ ഓരോന്ന്. ബാക്കി നോക്കാം. മുകളിൽ കാണിച്ച ചുവന്ന അക്ഷരങ്ങളെ ശ്രദ്ധിക്കുക. ഷദ്ദുള്ള മീമും നൂനുമാണ് അവ. ഷദ്ദുള്ള മീമിനെയും നൂനിനെയും നിർബന്ധമായും മണിക്കണം, രാഗമുണ്ടാക്കണം. അപ്പോൾ മണിക്കേണ്ട അക്ഷരങ്ങൾ ഏവ? ഷദ്ദുള്ള മീമും നൂനും. രണ്ടാമത്തെ ചോദ്യം, മണിക്കുന്നതിൻ്റെ അർത്ഥമെന്ത്? രാഗം ഉണ്ടാക്കുക, രാഗം ഉണ്ടാക്കണം. അടുത്തത്, തരിമൂക്കിൽ നിന്നാണ് മണിക്കൽ ഉണ്ടാവുന്നത്. ചോദ്യം, മണിക്കൽ ഉണ്ടാവുന്നത് എവിടെ നിന്ന്? തരിമൂക്കിൽ നിന്ന്. തരിമൂക്കിന് ഹൈഷൂം എന്നും പറയും. അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഹൈഷൂം, തരിമൂക്ക്. അടുത്തത്, മണിക്കുന്നതിന് ഗുന്നത്ത് എന്നും അറബിയിൽ പറയുന്നു. അപ്പോൾ രണ്ട് കാര്യം പഠിച്ചു ഇവിടെ. മണിക്കുന്നതിന് ഗുന്നത്ത്, തരിമൂക്കിന് ഹൈഷൂം. പഠിച്ചില്ലേ? രണ്ട് അറബി പഠിച്ചു. മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും നൂനും മാത്രമാണ്. ഇത് പഠിക്കുക. മണിക്കേണ്ടുന്ന ഹർഫുകൾ ഏതൊക്കെ? മീമും നൂനും മാത്രമാണ്. വേറെ ഒരു അക്ഷരവും മണിക്കേണ്ടി വരില്ല. ലാമോ, റാഓ, ജീമോ, ഹാഓ, ഹാഓ, ഏത് അക്ഷരത്തിന് ഷദ്ദ് വന്നാലും മണിക്കൂല. ഏതിന് മാത്രമേ മണിക്കുള്ളൂ? മീമും നൂനും ഷദ്ദ് വന്നാൽ മാത്രമേ എന്താകുള്ളൂ? മണിക്കുള്ളൂ. അടുത്തത്, സുക്കൂനുള്ള നൂനിനെയും മീമിനെയും ചില സന്ദർഭങ്ങളിൽ മണിക്കണം. സുക്കൂനുള്ള നൂന് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന നമ്മൾ സാധാരണ മുസാഫിൽ ഒരു പകുതി ഇങ്ങനെ കാണും. ഇതാണ് സുക്കൂന്. നമ്മൾ സാധാരണ എഴുത്തിലൊക്കെ ഇങ്ങനെയാണ് സുക്കൂൻ ഇടാറുള്ളത്, അല്ലേ? മുകളിൽ ഒരു 0. ആ 0 അക്ഷരത്തിനാണ് സുക്കൂൻ എന്ന് പറയാം. അപ്പോൾ സുക്കൂൻ നൂനിൻ്റെ മുകളിൽ ഈ 0 വന്നാൽ, അല്ലെങ്കിൽ മീമിൻ്റെ മുകളിൽ 0 വന്നാൽ ചില സമയത്ത് എന്ത് ചെയ്യണം? അത് മണിക്കണം. അവ അടുത്ത പാഠത്തിൽ വരും. അടുത്തത്, തൻവീൻ, ഇരട്ട ഹർക്കത്ത്. ഇത് രണ്ടും പഠിക്കുക. തൻവീൻ, ഇരട്ട ഹർക്കത്ത്. തൻവീൻ, ഇരട്ട ഹർക്കത്ത്. എന്താ ഈ തൻവീൻ എന്ന് പറഞ്ഞാൽ? ഇതാണ് ഈ തൻവീന്. ഞാൻ പറഞ്ഞുതരാം. ഇതാ 2 വര ഉണ്ടാവും. ഇങ്ങനെ 2 വര ഉള്ളതിനാണ് തൻവീൻ എന്ന് പറയുക. ഇനി ലൊമ്മാണെങ്കിൽ ഇങ്ങനെയും വരും, അതുപോലെ തന്നെ ഇങ്ങനെയും വരും. ഇതിനാണ് തൻവീൻ എന്ന് പറയാം. അപ്പോൾ ഈ തൻവീൻ എന്താ പറയുക മലയാളത്തിൽ? ഇരട്ട ഹർക്കത്ത്. സുക്കൂനുള്ള നൂന് തന്നെയാണ്. അപ്പോൾ തൻവീൻ സുക്കൂനുള്ള നൂന് തന്നെയാണ്. പക്ഷേ കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തൻവീൻ ഉണ്ടാവൂ. തൻവീന് എപ്പോഴും ഒരു വാക്കിൻ്റെ അവസാനത്തിലേ ഉണ്ടാവുള്ളൂ. നടുവിൽ എന്തുണ്ടാവില്ല? തൻവീന് ഉണ്ടാവില്ല. തുടക്കത്തിലും ഉണ്ടാവില്ല. പിന്നെ എവിടെ ഉണ്ടാവുള്ളൂ? അവസാനം മാത്രമേ തൻവീന് ഉണ്ടാവുള്ളൂ. കലിമത്ത് പറഞ്ഞാൽ വാക്ക്, ഒരു പദം, ഒരു വേർഡ് എന്നർത്ഥം. അപ്പോൾ ഒരു വാക്കിൻ്റെ അവസാനത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? തൻവീൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഇരട്ട ഹർക്കത്ത് തൻവീന്, തൻവീന് ഇരട്ട ഹർക്കത്ത്. പിന്നെ സുക്കൂനുള്ള നൂന് തന്നെയാണ് ഡാഷ്, എന്താണ്? തൻവീന്.
ഇപ്പോൾ പഠിച്ചല്ലോ. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാവട്ടെ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഉന്നത്തിൻ്റെ മഹറജ് അഥവാ മണിക്കുന്നത്, ഉന്നത്തേറെ മണിക്കലാണല്ലോ. മണിക്കുന്നതിൻ്റെ മഹറജ് ഏതാണ്? തരിമൂക്ക്. ഉത്തരം എന്താണ്? തരിമൂക്ക്. ഹൈഷൂം എന്ന് എന്തിന് പറയുന്നു? ഹൈഷൂമിൻ്റെ മലയാളം ഇതാ മതി. ഹൈഷൂമിൻ്റെ മലയാളം തരിമൂക്ക്. അടുത്ത്, മണിക്കൽ എന്ന വിശേഷണം ഏതെല്ലാം ഹർഫുകൾക്കാണുള്ളത്? മണിക്കൽ എന്ന വിശേഷണം ആർക്കൊക്കെ ഉള്ളത്? നൂനിനും മീമിനും. മണിക്കൽ ശബ്ദത്തിൻ്റെ പറയുന്ന പേരെന്താണ്? മണിക്കൽ ശബ്ദത്തിന് എന്താ പറയുക? രാഗം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉന്നത്ത്. രണ്ടെഴുതിയാലും ഉത്തരം ശരി തന്നെ. മണിക്കൽ ശബ്ദത്തിന് പറയുന്ന പേര് ഉന്നത്ത്. ഉന്നത്ത് എന്ന് എഴുതാം. പിന്നെ രാഗം ഉണ്ടാക്കണം, അതും എഴുതാം. അടുത്ത ശരിയാക്കാനാണ്. ഷദ്ദുള്ള മീമിനെയും നൂനിനെയും മണിക്കരുത്. എന്താ? തെറ്റല്ലേ? മണിക്കണം. ഇരട്ട ഹർക്കത്തിന് ഉന്നത്ത് എന്ന് പറയുന്നു, ഇരട്ട ഹർക്കത്തിന് തെൻവീൻ എന്ന് പറയുന്നു. ഇത് തെറ്റ്. എല്ലാ അക്ഷരത്തിനെയും മണിക്കണം. എല്ലാ അക്ഷരത്തെയും മണിക്കണോ? വേണ്ട. മീമിനും നൂനിനും മാത്രമേ മണിക്കേണ്ടുള്ളൂ. മണിക്കൽ എന്ന വിശേഷണം ലാമ് റാ എന്നീ അക്ഷരങ്ങൾക്കാണ്. അല്ല. മണിക്കൽ എന്ന വിശേഷണം മീമ് നൂന്. മണിക്കൽ ഉണ്ടാവുന്നത് വായിൽ നിന്നാണ്. അല്ല. മണിക്കൽ ഉണ്ടാവുന്നത് തരിമൂക്കിൽ നിന്നാണ്. അടുത്ത ഉദാഹരണം എഴുതാനാണ്, അത് നിങ്ങൾ കണ്ടെത്തുക. സൂറത്തുൻ നാസിലെ ഉന്നത്തിൻ്റെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക.